ജയലക്ഷ്മി, ഇപ്പോൾ വന്ന KSU പ്രവർത്തകരെയും മുഴുവൻ പേരെയും അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. ഇതിലിപ്പോൾ നേരത്തെ ഉണ്ടായ സംഘർഷത്തിലൊക്കെ നമ്മൾ കണ്ടത് ചെറു സംഘങ്ങളായിട്ട് ഓരോ പ്രസ്ഥാനങ്ങളുടെയും ചെറു സംഘങ്ങളായിട്ടാണ് പ്രതിഷേധിക്കാനായി ഇങ്ങോട്ടേക്ക് എത്തുന്നത്. ഇന്ന് രാവിലെ 6:30 മണി മുതൽ തുടങ്ങിയ പ്രതിഷേധമാണ്. 6:30 ആദ്യം KSU പ്രതിഷേധവുമായി എത്തുന്നു. 15 മിനിറ്റ് കൊണ്ട് തന്നെ അവരെ പൂർണ്ണമായും ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കുന്നു. 7:30 MSF ആണ് പിന്നീട് പ്രതിഷേധവുമായി എത്തിയത്. MSF പ്രവർത്തകർ എത്തിയ ഉടനെ തന്നെ ഈ വെള്ളിമാട് കുന്നിലെ റോഡിലേക്ക് ഇറങ്ങിക്കൊണ്ട് പ്രവർത്തകരും പോലീസും തമ്മിലൊക്കെ വലിയ ഉന്തും തള്ളുമൊക്കെ ഉണ്ടാവുന്ന സാഹചര്യമുണ്ടായി. അവരെല്ലാം MSFന്റെ സംസ്ഥാന പ്രസിഡന്റ് PK നവാസ് അടക്കമുള്ള നേതാക്കളെ മുഴുവൻ പേരെയും അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു. പിന്നീടാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മതിൽ ചാടിക്കടന്ന് ജുവൈനൽ ഹോമിന് അകത്തേക്ക് കയറിയത്. 2 പ്രവർത്തകരായിരുന്നു അകത്തേക്ക് കയറിയത്. അവരെയും ഉള്ളിലേക്ക് പോലീസ് പോയിക്കൊണ്ട് അവരെയും അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. തൊട്ടു പിന്നാലെ അല്പസമയം മുൻപാണ് ഇപ്പോൾ KSU പ്രവർത്തകർ മറ്റൊരു സംഘവുമായി പ്രതിഷേധവുമായി എത്തിയത്. അവരോടൊപ്പം ഈ റോഡിൽ വെച്ചുകൊണ്ട് ഉന്തും തള്ളും ഉണ്ടാവുന്നു, സംഘർഷം ഉണ്ടാവുന്നു, വാക്കേറ്റം ഉണ്ടാവുന്നു. അവരെയും ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുകയാണ്. ഇത് കണക്കിലെടുത്തുകൊണ്ട് പോലീസ് ഇപ്പോൾ അവരുടെ കൂടുതൽ ഫോഴ്സിനെ ഇങ്ങോട്ടേക്ക് ഇറക്കിയിട്ടുമുണ്ട്. വലിയ പോലീസ് സന്നാഹം ഇപ്പോഴും ഈ ജുവൈനൽ ഹോമിന്റെ മുൻവശത്ത് തുടരുന്നു എന്ന് തന്നെ വേണം കരുതാൻ. പരീക്ഷ തുടങ്ങാൻ ഇനി 2 മണിക്കൂറോളം സമയം ഇനിയും പരീക്ഷ തുടങ്ങാനുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ NGO ഹയർ സെക്കൻഡറി സ്കൂളായിരുന്നു ഈ പ്രതികളായിട്ടുള്ള 5 വിദ്യാർത്ഥികൾക്കായി എന്തായാലും വെളിമാടുകുന്ന് കെയർ ഹോമിന് മുന്നിലാണ് ഇപ്പോൾ പ്രതിഷേധം നടന്നത്. പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. ഈ കുട്ടികളെ പരീക്ഷ എഴുതിക്കരുത് എന്നതായിരുന്നു പ്രതിഷേധക്കാർ മുന്നോട്ട് വെച്ച ആവശ്യം.